ഒരു പിന്നെ എൻ്റെ അച്ഛൻ ഒരു സ്വാമിയാണ്. അപ്പം എൻ്റെ അച്ഛന് മരുത്തോമലയിൽ ഒരു ആശ്രമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം മരുത്തോമലയിൽ ആശ്രമം അച്ഛൻ അവിടെ ഒരുപാട് സമാധികളും കണ്ടും, കോമ്പൈ സിദ്ധാശ്രമം, ഈത്താമൊഴി, അവിടെ എല്ലാ സമാധിയെല്ലാം കണ്ടും സമാധി ഇരുത്തിയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ അച്ഛൻ. അപ്പം ഈ മരുത്തോമല എന്ന് പറഞ്ഞാൽ അറിയില്ല, കന്യാകുമാരി ജില്ലയിലുള്ള മരുത്തോമല, അവിടെ സ്വന്തമായിട്ട് ആശ്രമമുണ്ട്. നമ്മളെ ഈ നാട്ടിലുള്ളവർ തന്നെ അത് പണിയൊക്കെ ചെയ്ത് പൂർത്തിയാക്കിയത്. അപ്പം പണ്ട് വാർപ്പില്ലേ, ഓടിൻ്റെ കാലം അറിയല്ല, അപ്പം ആ ഓട് വെച്ചാണ് അന്ന് ചെയ്തത്. അന്നത്തെ ഇതിൽ ചെയ്ത് പാറപ്പുറത്താണ് ചെയ്തത്. ഇത്രയും ചെയ്ത് അവിടെ ഒരു വലിയ ആശ്രമം ചെയ്തതിന് ശേഷം അത് അയ്യാവൈകുണ്ഠ സിദ്ധാശ്രമത്തിന് അത് അച്ഛൻ ദാനം ചെയ്തതിന് ശേഷമാണ് ഈ മഹാക്ഷേത്രം ചെയ്യാമെന്ന്. അച്ഛൻ അമർനാഥ് കാശ്മീർ പോയിട്ട് കൈലാസം തിബറ്റ് എല്ലാം പോയിട്ടാണ് ആ പുണ്യ ക്ഷേത്രങ്ങളിൽ ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ കഴിഞ്ഞ് ഈ ഭഗവാൻ അച്ഛൻ അവിടെ കൊണ്ടുവരണത്. ഈ ഭഗവാന ക്ഷേത്രം കൊണ്ടുവന്ന് നിർമ്മാണം. എൻ്റെ അച്ഛൻ ചൂണ്ടത്തൊഴിലാളിയാണ്. അപ്പം ചൂണ്ടത്തൊഴിലാളിയായിരുന്നു എൻ്റെ അച്ഛൻ. ഞാനും കൂലിപ്പണിക്കാരൻ തന്നെ. ഞാൻ പുതുമന തന്ത്ര വിദ്യാലയ മഹേശ്വരൻ നമ്പൂരിൽ നിന്ന് ഞാൻ പൂജ പഠിച്ച ഒരു ശിഷ്യനാണ്. എൻ്റെ അച്ഛന് പൂജ അറിയാം, എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പം ഈ ക്ഷേത്രത്തിലേക്ക് ഒരാളില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പണികളെല്ലാം പ്ലംബിംഗ് പണി, ഓയിലിംഗ് പണി എല്ലാം വെച്ച് നിർത്തിയിട്ട് ഭഗവാനെ സേവ ചെയ്യാം, ഭഗവാന്റെ പാദസേവ ചെയ്യാം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് ഞാൻ ഭഗവാനെ പൂജ ചെയ്യാൻ വേണ്ടി പോയി. ഉപജീവന മാർഗമായിട്ട് ഞാൻ ഭഗവാൻ അഭിഷേകത്തിന് പാല് വേണമല്ലോ, അപ്പം ഉപജീവന മാർഗമാവും, നമ്മുടെ നിത്യവർത്തിയാവും. അപ്പം ഞാൻ പശു വളർത്തലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മിച്ചം കിട്ടുന്ന പൈസ എടുത്ത് ഭഗവാന്റെ പണികൾ ചെയ്യാം. കുറേശ്ശെയാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണികൾ, ക്ഷേത്ര പണികൾ. അപ്പം നമ്മൾ ചെയ്ത് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി നമ്മൾ പോയപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിന് നിർമ്മാണം ശ്രീകോവിൽ മാത്രം പൂർത്തിയായി. ഗണപതിക്ക് ദേവിക്ക് അമ്പലമായാലും ശ്രീകോവിൽ മൊത്തം പൂർത്തിയായി. നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരെ എല്ലാം നമ്മൾ എല്ലാവരും വേണം, നമ്മൾക്ക് ക്ഷേത്രമാകുമ്പോൾ എല്ലാം നാട് വേണം. അപ്പം നാട്ടുകാരെല്ലാം അറിയിച്ച് 2017 നമ്മൾ എല്ലാവരും വെച്ച് ഷടാധാര മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും അന്ന് സഹകരിച്ച് എല്ലാവരും എല്ലാം കഴിഞ്ഞു. അപ്പം ഈ ചെയ്തിട്ട് ഇവരെല്ലാവർക്കും അത് എൻ്റെ അച്ഛൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇവർ ചെയ്ത ഒരുപാട് എന്ന് പറഞ്ഞാൽ അമ്പലം വെച്ച് പിരിച്ച് പൈസ ഉണ്ടാക്കാൻ ഒറ്റ ലക്ഷ്യബോധത്തോട് ഇവർക്ക് എൻ്റെ അച്ഛൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഭഗവാനെ വെച്ച് പണം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു തോന്നുന്നു. നിങ്ങളിത് ചെയ്യല്, ഇത് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടാണ്, നിങ്ങളത് ദുരുപയോഗം ചെയ്യരുത്, ഇതൊന്നും അവർ കേൾക്കില്ല. അപ്പം അച്ഛൻ എന്ത് ചെയ്ത് ഈ കമ്മിറ്റി പിരിച്ചു വിട്ടു. അതിൻ്റെ വാശിയും വൈരാഗ്യവും ഈ നാടിനുണ്ട്. അപ്പം ഈ കുറച്ച് ആൾക്കാർ ഇതെല്ലാം കൂടെ മനസ്സിനകത്ത് ഒതുക്കി വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ പിന്നെ കുറച്ച് കാലം അച്ഛന് ഈ ഷുഗർ പേഷ്യൻ്റാണ്, BP പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. സരസ്വതി ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അച്ഛൻ ഒരുവിധ അത്യാവശ്യത്തിന് വേണ്ട നടക്കുകയൊക്കെ ചെയ്യും. അപ്പം പിന്നെ അച്ഛൻ പൂജയും നിവേദ്യവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ സമയമായപ്പം വ്യാഴാഴ്ച 11:30 മണിയായപ്പോൾ അച്ഛൻ രാവിലെ അതായത് 9:30 10 വന്ന് ഇവിടെ വന്ന് അച്ഛൻ പിന്നെ നിത്യം കഴിക്കുന്ന, ഞാനാണ് ഇൻസുലിൻ അച്ഛൻ വെച്ച് കൊടുക്കുന്നത്. ഇൻസുലിനൊക്കെ വെച്ച് അതിൻ്റെ BP-ക്കുള്ളതും ഷുഗറിൻ്റെ എല്ലാം ഗുളികളെല്ലാം ഉണ്ട്, അച്ഛൻ്റെ ഗുളികളെല്ലാം ഉണ്ട്. അപ്പം അച്ഛൻ ഈ സർജറി കഴിഞ്ഞ് ഈ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ചെറിയ കാലിൽ ഇതൊക്കെ ഉണ്ട്, ഈ ഉപ്പിച്ചീലൊക്കെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മരുന്ന്, അതിൻ്റെ അതൊക്കെ ഉണ്ട്. മരുന്നുകളൊക്കെ ഞാനാണ് വെച്ച് ഡ്രസ്സ് ചെയ്തൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സമയമായപ്പോൾ അച്ഛൻ പറഞ്ഞു, 3 ദിവസം മുമ്പേ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ സമാധിയാവും, ഞാൻ പോകും. അപ്പോൾ അമ്മ വിചാരിച്ച് കളി പറയണമായിരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ അതും പറഞ്ഞില്ല. അപ്പോൾ സമയമായപ്പോൾ ഒരു 10 മണിയായപ്പോൾ പറഞ്ഞ്, മക്കളെ ഇനി സമാധിയാവണം, സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ സ്ഥിരമായിട്ട് എത്രയോ 5 വർഷത്തിന് മുമ്പ് അച്ഛൻ അവിടെ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് ഋഷിപീഠമാണ്. ആ ഒരു പായലൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലം കണ്ട, ഞാൻ കുറച്ച് മാത്രമേ കിട്ടിയെടുത്തുള്ളൂ. അപ്പം ആ ഋഷിപീഠത്തിൻ്റെ അവിടെ അച്ഛൻ ധ്യാനിക്കാൻ പോകുന്ന സമയമാണ്, ആ പേരാലിൻ്റെ അടുത്ത് ധ്യാനിക്കാൻ പോകുന്ന സ്ഥലത്ത്. അപ്പം അവിടെ ചെന്ന് അച്ഛൻ, അതായത് ഈ 5 വർഷത്തിന് മുമ്പ് ഇത് ചെയ്തു, ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ മയിലാടിയിൽ നിന്ന് 5 വർഷത്തിന് മുമ്പ് ഈ മയിലാടി കന്യാകുമാരി മയിലാടി ഈ വിഗ്രഹങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് ദിളക്കല്ല്, അതായത് ഉയര ഇടാനുള്ള ദിളക്കല്ലും അച്ഛൻ കൊണ്ടുവന്ന്, അതുപോലെ ഇരിക്കാനുള്ള പത്മപീഠം ഇതിനു മുമ്പേ നേരത്തെ കൊണ്ടുവച്ചു, സമാധി ഞാൻ ആവും എന്നുള്ള രീതിയിൽ കൊണ്ടുവച്ചു. അച്ഛന് ഭയങ്കര ധ്യാനമാണ്, അവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവച്ച് ആ സമയമായപ്പോൾ എൻ്റെ അടുത്ത് ഒരു 10 ആകുമ്പോൾ ചെന്നിരുന്നു, മക്കളെ ഞാൻ സമാധിയാവുകയാണ്, എൻ്റെ ചടങ്ങുകൾ ഇന്ന രീതിയിൽ ചെയ്യണം. അപ്പം നമ്മൾ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു പോയിട്ട് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അത് വേണമെങ്കിലും കാണാം, എല്ലാം ചെയ്യാം, അവിടെ ചെന്നിരുന്ന്. അപ്പം നമ്മളിപ്പോൾ ഒരാളിപ്പം വീട്ടിനകത്ത് വെച്ച് മരിക്കുകയാണ്, വീട്ടിനകത്ത് വെച്ച് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടിരുത്തി അത് വേണം തൊടാം, പെണ്ണുങ്ങൾക്ക് തൊടാം, വേണം കാണാൻ, എല്ലാം ചെയ്യാം. പക്ഷേ ജീവൽ സമാധിയായ സ്ഥലം, അപ്പം ജീവൽ സമാധിയാണ്. അപ്പോൾ ജീവൽ സമാധി ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ ജീവൽ സമാധിയാണ്. അപ്പം ഒരിക്കലും ഇതാരും, അതായത് ഈ സമാധിയാകുന്ന സമയം ആരും കാണാൻ പാടില്ല മക്കളെ, അതുകൊണ്ട് ആരും കാണല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം,
പിന്നെ ഈ സമയം മുഹൂർത്തം തെറ്റിക്കാനും പാടില്ല. നിങ്ങൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. ഇന്ന ചടങ്ങുകൾ നിങ്ങൾ ചെയ്യണം. ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കണം പറഞ്ഞ്. നിങ്ങൾ എൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പം ഇത് അച്ഛൻ അവിടെ ഇരുന്നു, പത്മാസനത്തിൽ ആ പീഠത്തിൽ അച്ഛൻ ഇരുന്നു. അവിടെ ഇരുന്നതിന് ശേഷം തൻ്റെ മൂലാധാരം സ്വദിഷ്ഠ എൻ്റെ അടുത്ത് എല്ലാം മൂലാധാരം എനിക്ക് അനുഗ്രഹം എന്താ, എൻ്റെ തലയിൽ അനുഗ്രഹിച്ച് അച്ഛൻ 2 കൈയും വെച്ച് അനുഗ്രഹിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രാണായാമം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രതള, പത്മം, ഈ ഓരോ 6 ആധാര ചക്രങ്ങൾ ഉണർത്തി ഈ പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് പ്രാണനെ ഓരോ അറകളിൽ നിറയ്ക്കും, ഓരോ ജീവകലകളിൽ നിറച്ച് പ്രാണനെ കൊണ്ടുവന്ന് അമൃത കലയിൽ എത്തി അവിടെ അങ്ങ് പ്രാണനങ്ങ് നിൽക്കും. അപ്പം ഇങ്ങനെ വലിഞ്ഞു മുറുകി ദേഹം എല്ലാം നല്ല വലിയ ബ്രഹ്മം നോക്കി അച്ഛൻ അങ്ങ് 11:30 കറക്റ്റ് സമാധിയായി. അപ്പം എൻ്റെ അടുത്ത് ഇന്ന ചടങ്ങുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനുള്ളു. അപ്പം ഈ ചടങ്ങുകൾ ഇല്ല. അപ്പം ഈ സമയത്ത് അങ്ങനെ ആരെയും അങ്ങനെ ദർശിക്കാനോ തൊടുവാനോ ഒന്നും പാടില്ല. അത് ആ സമയം ഭയങ്കര ചൈതന്യമാണ്. ആ സമയം നമ്മൾ കാണേണ്ടത് ഭയങ്കര തേജസ്സരി. അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് അച്ഛന് പിന്നെ എൻ്റെ ചടങ്ങുകൾക്ക് പെട്ടെന്ന് ഞാൻ 11:30 എൻ്റെ ചേട്ടനെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു അച്ഛൻ ഇതല്ല പെട്ടെന്ന് നീ വരണം, സമാധി എന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ് ചേട്ടൻ പെട്ടെന്ന് വന്ന് ചേട്ടൻ തന്നെ പോയി പൂജാദ്രവ്യങ്ങളെല്ലാം പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം വാങ്ങിച്ചു. ഭസ്മം, പിന്നെ കർപ്പൂരം, ഇത് ഇടാനുള്ള കർപ്പൂരം, സുഗന്ധദ്രവ്യങ്ങൾ, അച്ഛൻ കൊടുക്കാനുള്ളത്, അച്ഛൻ ഇങ്ങനെ മൂടാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് വന്ന് അച്ഛൻ ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് എല്ലാം കഴിഞ്ഞ് അച്ഛൻ കുളിച്ച് നല്ല ഇതായിട്ട് ഇരിക്കുകയാണ്. ചൈതന്യത്തോടെ ആ സമയത്ത് ചൈതന്യത്തോടെ ഇരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഓരോ കർമ്മങ്ങൾ അച്ഛൻ പറഞ്ഞു തന്ന പടിപ്പടി ഓരോ കർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മമുഹൂർത്തമായി, അതായത് വ്യാഴാഴ്ച 11:30 ബ്രാഹ്മമുഹൂർത്തമായി ഒരു 3:30 വെളുപ്പാങ്കാലം 3:30 തീന്ന് ഒയിര തിളക്കല്ല്. അപ്പോൾ ഇതെല്ലാം നിറച്ച് അനാഗത ചക്രം വരെ ഞാൻ നിറച്ച്, അതുവരെ നിറയ്ക്കാവും. ഈ അനാഗത ചക്രം, ഈ ഹൃദയകുടം എന്ന് പറയുന്ന അനാഗത ചക്രം വരെ ഞാൻ ആ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ തന്നെ കർപ്പൂരം എല്ലാം ഇട്ട് സമാധിയുടെ ചടങ്ങ് എങ്ങനെയാണോ അത് ഞാൻ ചെയ്തതിന് ശേഷം 3:30 കൊണ്ട് ഞാൻ അവിടെ ഫ്ലക്സ് ഒട്ടിക്കുന്നു. എൻ്റെ ഈ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഞാൻ ഫ്ലക്സ് ഒട്ടിച്ച് നിന്നിട്ട് 3:30 എനിക്ക് ഈ വാർഡ് കൗൺസിലർ വിളിച്ചറിയാൻ പറ്റിയില്ല. അപ്പം നേരം വെളുത്തിട്ട് ഞാൻ വാർഡ് കൗൺസിലർ വിളിച്ച് പറഞ്ഞു ഇതുപോലെ അച്ഛൻ സമാധിയായി. പെട്ടെന്ന് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരം വെളുത്ത് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് പേര് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ആൾക്കാർ തന്നെ കൂടെ നേരെ എല്ലാം കൂടെ വന്നിട്ട് എൻ്റെ അച്ഛനെ വലിച്ച് കീറി വച്ചിട്ട് നിന്നെയൊക്കെ അകത്താക്കി തരാൻ ഞാൻ കാണിച്ചു തരാടാ, നീയൊക്കെ അമ്പലം ഇനി ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് അത്ര വൈരാഗ്യ മനോഭാവത്തോടു കൂടിയാണ് ഈ ദുഷ്ടപ്രചരണം, അതായത് നുണപ്രചരണങ്ങളും നമ്മളെ നടത്തി നമ്മളെ കുടുംബത്തെ നശിപ്പിച്ച് ഈ അമ്പലത്തെ നശിപ്പിച്ചിട്ട് ഇവിടെ ഒരുപാട് വേറെ ക്ഷേത്രങ്ങളുണ്ട്, ജാതി സ്പിരിറ്റ് ഉണ്ട്. ഞാൻ നാടാർഗന്ധമാണ്. അപ്പൊ ഈ ജാതി സ്പിരിറ്റ് വെച്ചിട്ട് നമ്മളെ അത്രയ്ക്ക് ആക്ഷേപിക്കുകയാണ്. അങ്ങനെ അത് എന്നെ കാണാൻ പാടില്ല. അത് ആ സമാധിയായി ഇരിക്കുന്ന ആ സമയം അങ്ങനെ ആൾക്ക് കാണാൻ പാടില്ല. അതായത് ശ്രീനാരായണ ഗുരു സമാധിയായ സമയത്ത് എല്ലായിടവും ഫേമസ് ആണ്. ശ്രീനാരായണ ഗുരു സമാധിയായത് മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത ആളുമാണ്. അപ്പം ഈ നാരായണ ഗുരുസ്വാമി പോലും തൻ്റെ സമാധി സമയത്ത് തൻ്റെ പ്രിയ ശിഷ്യൻ, ഒരു ശിഷ്യൻ മാത്രമേ പാടുള്ളൂ, തൻ്റെ ഒരു പ്രിയ ശിഷ്യനെ മാത്രം നിർത്തിയാണ് സമാധിയുടെ ചടങ്ങുകൾ നടത്തിയത്. നാരായണ ഗുരുസ്വാമി പോലും ആ സമാധി സമയത്ത് തൻ്റെ ഒരു പ്രിയ ശിഷ്യനെ മാത്രം നിർത്തിയാണ് ചടങ്ങ് നടത്തിയത്. അപ്പൊ ഈ സമാധി എന്ന് പറഞ്ഞാൽ അതാണ് ജീവൽ സമാധി. ബാക്കിയുള്ള നമ്മൾ ഒരാളെ മരിച്ചു പോയാൽ കൊണ്ടിരുത്തിയിട്ട് സമാധി ചടങ്ങുകൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്കുവേണോ കാണാൻ തുടങ്ങാൻ എന്ത് വേണോ ചെയ്യാം. പക്ഷെ ഈ ജീവൽ സമാധി സമയത്ത് അങ്ങനെ ശരിക്കും ഇതിന് ലിംഗപ്രതിഷ്ഠ നടത്തും. അതായത് ഈ സമാധി ആയ സ്ഥലത്ത് 41 ദിവസത്തെ പൂജകൾ കഴിച്ച് നവക പഞ്ചഗവ്യ കലശ പൂജകളെല്ലാം കഴിച്ച് ഈ അച്ഛ ഇരുന്നതിൽ ഈ തൻ്റെ ഒയിര, അതായത് ഈ ശിരസ് മൗഢത്തിൽ ലിംഗപ്രതിഷ്ഠ നടത്തും നമ്മൾ 41 ദിവസം കഴിഞ്ഞ്. അപ്പൊ ഇവർക്കെല്ലാം പൊളിച്ചടിക്കുക, അച്ഛൻ്റെ അതിനെല്ലാം എടുത്ത് ഇവർക്ക് കാണണം, ഇതിനെ നശിപ്പിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അവർ വന്നത്. അപ്പൊ എന്റെ കുടുംബത്തിന് എല്ലാവരും അപ്പൊ ഈ ബാക്കിയുള്ള ഇവർ ഈ ജാതി സ്പിരിറ്റ് വെച്ച് കളിക്കണം, ഈ അമ്പലങ്ങൾ വളരണം, ഈ നാടാർ ഹിന്ദുവിന്റെ ഈ അമ്പലം വളരാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിനകത്ത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ തന്നെ എനിക്ക്, അതായത് ഈ ഒരു കാര്യം തന്നെയാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളൂ. എനിക്കല്ലാതെ എനിക്കിപ്പോ എന്റെ അച്ഛനെ ഞാൻ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടും? നിങ്ങളൊന്ന് പറയും, എനിക്ക് എന്ത് നേടാൻ കിട്ടും? അച്ഛൻ കൂലിപ്പണിക്കാരൻ, അച്ഛൻ്റെ എന്ത് സ്വത്തിരിക്കുന്നു? അച്ഛൻ്റെ എന്ത്? എനിക്ക് അച്ഛനെ കൊന്നിട്ട് എനിക്ക് എന്തെടുക്കാൻ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ നെഞ്ചി കീറിയിട്ട് കാണിക്കുന്നത്, നാട്ടുകാരെ കാണിക്കുന്നത് അവർക്ക് കൊടുക്കാത്തോണ്ട്. അവർക്ക് ഈ ബാക്കിയുള്ള ജാതി സ്പിരിറ്റ് വെച്ച് കളി പറഞ്ഞില്ലേ, ഈശ്വരൻ എന്താണോ, അതായത്
സത്യം എന്ന് പറയുന്നത് തെളിയും. അത് സത്യം എന്തുവെന്ന് പറയണ, അതായത് എന്താണോ നിയമപാലകർ എന്ത് ചെയ്യുന്നു അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിയമപാലകർ എന്താണ്, നമുക്കിപ്പം എനിക്ക് വക്കീലിനെ വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ വയ്ക്കാൻ എൻ്റെ കയ്യിൽ ധനമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഭഗവാന് കൊടുക്കുന്ന നിവേദ്യം, ഭഗവാൻ ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയിലോട്ടാണ് പോകണം എന്ന് പറഞ്ഞാൽ അത്രയും ഒരുപാട്. അപ്പം എന്നെ കൊണ്ട് സാധിക്കത്തില്ല. എന്നെ കൊണ്ട് അവരെന്താണോ ചെയ്യണത് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് എന്നെ എല്ലാരും കൂടെ അടിക്കാൻ കൊല്ലാൻ കണക്കാക്കിയാണ് വന്നത്.